മോഹൻലാലിൻ്റെ 1980-ലെയും 81-ലെയൊക്കെ സിനിമകളെക്കുറിച്ച് നമ്മൾ ചില എപ്പിസോഡ്സ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് മോഹൻലാൽ 1982, അതായത് 82-ൽ മോഹൻലാൽ അഭിനയിച്ച സിനിമകളും ആ ഒരു സിനിമകളൊക്കെ എത്രത്തോളം മോഹൻലാലിൻ്റെ കരിയറിന് ഗുണം ചെയ്തിട്ടുണ്ടോയെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള കുറച്ച് കഥകളൊക്കെയാണ്. ഇതിലിപ്പോൾ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ലിസ്റ്റ് വെച്ചിട്ട് ഏകദേശം 14 സിനിമകളാണ് ആ വർഷം മോഹൻലാലിൻ്റെ റിലീസായിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അത് 80-ൽ ഈ മഞ്ഞുമതി പൂക്കൾ വില്ലനായിട്ടാണ് വന്നത്. പിന്നീട് 81-ൽ ഈ പറയുന്ന പോലെ തന്നെ മോഹൻലാൽ കൂടുതലും വില്ലൻ റോളുകളും സഹനടൻ റോളുകളും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അതിൽ 81-ൽ അഹിംസ എന്ന് പറയുന്ന ഒരു സിനിമ, അതുപോലെ തന്നെ തകില് കൊട്ടാമ്പുറം, ആ ഊതിക്കാച്ചിയെ പൊന്നെ, ഇങ്ങനെ കുറേ സിനിമകളുണ്ട്. അതിന് ചിലത് വിജയിച്ചു, ചിലത് പറഞ്ഞ പോലെ വലിയ ചലനം സൃഷ്ടിക്കാതെ പോയി. എന്നാലും 82 റിലീസായ സിനിമകൾ, ഇതിൽ പലതും 81-ൽ തന്നെ മോഹൻലാൽ കമ്മിറ്റ് ചെയ്ത സിനിമകളൊക്കെ തന്നെയാണ് ഈ പറയുന്ന 82-ൽ റിലീസായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് മദ്രാസിലെ മോൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ മദ്രാസിലെ മോൻ ശരിക്ക് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, അത് ശരിക്ക് നടന്ന ഒരു വലിയൊരു കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് കേരളം മുഴുവനും എന്താ പറയുക, ഒരുപാട് വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നതാണ്. ആ ഒരു കൊലപാതകത്തിനെ ബേസ് ചെയ്തിട്ട്, അതായത് അതൊരു പ്രായമായ 2 ദമ്പതികൾ അവർ മരിച്ചപ്പോൾ അവരെ കൊന്നത് അവരുടെ ഒരു ബന്ധു, അല്ലെങ്കിൽ മദ്രാസിലെ മോൻ എന്നവർ വിളിക്കുന്ന ഒരു ബന്ധുവാണ് അവരെ അന്ന് കൊലപ്പെടുത്തിയത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ശശികുമാർ, നമ്മുടെ ഒരു ഹിറ്റ് മേക്കറാണ്, അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ്. ഈ സിനിമയിൽ ശരിക്കും രവീന്ദ്രനാണ് ഈ മദ്രാസിലെ മോനെ ആയിട്ട് അഭിനയിച്ചത്. രവീന്ദ്രൻ്റെ സുഹൃത്തുക്കളായിട്ട് ഇതിൽ മോഹൻലാൽ, അതുപോലെ തന്നെ തമ്പി കാണതാനും ഒക്കെയാണ്. തമ്പി കാണതാനും സംവിധായകൻ കൂടിയാണ്. അദ്ദേഹമൊക്കെയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ള ആ സുഹൃത്തുക്കളുടെ വേഷത്തിൽ. അപ്പോൾ ഈ സിനിമ അന്ന് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച സിനിമയാണ്. ഇതിൻ്റെ എനിക്കൂടെ കുറേ സെൻസർ ബോർഡ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുവരെ അത് കുറച്ച് ലേറ്റായിട്ടാണ് ആ സിനിമ ഇറങ്ങിയത്. എന്നാലും ആ സിനിമ എനിക്ക് തോന്നുന്നു അന്ന് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നുള്ളത് കേൾക്കാത്ത ശബ്ദം എന്ന് പറയുന്നൊരു സിനിമ. കേൾക്കാത്ത ശബ്ദം എന്ന് പറയുന്നൊരു സിനിമയെക്കുറിച്ച് നമ്മൾ ഒരുപാട് നമ്മൾ തന്നെ ഒരിക്കൽ ആ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ ബാലചന്ദ്രൻ മേനോൻ ആ ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ അന്ന് പ്രൊഡ്യൂസർ പറഞ്ഞു മമ്മൂട്ടി മതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു വേഷത്തിലേക്ക് മോഹൻലാലിന്, ബാലചന്ദ്ര മേനോനാണ് മോഹൻലാൽ മതി. കാരണം അത്യാവശ്യം വില്ലനിസം കുസൃതിയൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ ആ ഒരു ലുക്ക് വേണം. അന്ന് ബാലചന്ദ്ര മേനോനെ മോഹൻലാൽ നേരിട്ട് വന്ന് കണ്ടതും അങ്ങനെ കാസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കഥ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആദ്യമായിട്ട് മോഹൻലാലിന് ഒരു എന്താ പറയുക, ഒരു ഡുവറ്റ് സോങ് ഒക്കെ കിട്ടിയതൊക്കെ അംബികയാണ് അതിൻ്റെ കൂടെ അഭിനയിക്കുന്നത്. ആ ഒരു ഇത് കിട്ടിയത് ഈ ഒരു സിനിമയിലാണ്. അപ്പോൾ അദ്ദേഹം ഈ അടുത്തും കൂടി നമ്മുടെ പ്രതിച്ഛായ എന്നുള്ള സിനിമയുടെ ഒരു ട്രെയിലർ ലോഞ്ചിൻ്റെ സമയത്ത് ബാലചന്ദ്ര മേനോനോടെ വേദിയിൽ ഇരിക്കുമ്പോൾ തന്നെ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ കേൾക്കാത്ത ശബ്ദം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ച ഓർമ്മകളൊക്കെ മോഹൻലാൽ പങ്കുവച്ചു. പിന്നെയുള്ളത് പടയോട്ടം. പടയോട്ടം ശരിക്ക് നമുക്കറിയാം, ഇന്ത്യൻ സിനിമയിലെ തന്നെ എന്താ പറയുക, ഒരുപാട് അന്ന് വളരെ വാർത്തകൾ നിറഞ്ഞു. അന്നത്തെ മലയാളത്തിലെ എല്ലാ താരങ്ങളും ശരിക്കും ആ സിനിമയിലുണ്ട്. അതിൽ മോഹൻലാൽ അച്ഛനായിട്ടാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത്. പിന്നെ ശങ്കർ, പൂർണിമ, എല്ലാവരും, പ്രൈം മിനിസ്റ്ററും അതുമൊക്കെ അന്നത്തെ മെയിൻ സ്ട്രീം നടന്മാർ മുതൽ യുവതാരങ്ങളെല്ലാവരും ഉണ്ട്. വലിയ ക്യാൻവാസിൽ ചെയ്തൊരു സിനിമയാണ്. അത് 81-ലൊക്കെയായിരുന്നു ഷൂട്ട് ചെയ്ത്. 82-ഒക്കെ വലിയ സമയം എടുത്തിട്ടൊക്കെയാണ് ആ സിനിമയുടെ ഫസ്റ്റ് വെർഷനൊക്കെ നടന്നിരുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ മോഹൻലാലിന് വലിയൊരു വിജയം കിട്ടിയ ഒരു സിനിമയാണ്. പിന്നെ ആക്രോശം എന്ന് പറയുന്നൊരു സിനിമ. ആക്രോശം എന്നുള്ള സിനിമയിൽ ഇതേപോലെ അത് നമ്മുടെ AB രാജ് എന്ന് പറഞ്ഞ ഹിറ്റ് മേക്കറാണ്. അതിൽ പ്രേം നസീറും ശ്രീവിദ്യയും ഒക്കെ അഭിനയിച്ച സിനിമയാണ്. അതിലും മോഹൻലാൽ വലിയൊരു നല്ലൊരു ശ്രദ്ധിക്കപ്പെട്ട റോളാണ് ചെയ്തത്. പിന്നെ ഫുട്ബോൾ എന്ന് പറയുന്നൊരു സിനിമ. അതിൽ ശരിക്ക് നെടുമുടി വേണും സറീന വഹാബൊക്കെയാണ് അതിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നത്. പിന്നെ അതിൽ മോഹൻലാലും മണിപിള്ള രാജുവും ഒക്കെ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കും ഒരു ദിവസം എന്ന് പറഞ്ഞ ശ്രീകുമാരൻ തമ്പിയുടെ ഒരു സിനിമയുണ്ട്. അതിൽ മോഹൻലാലിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്. മോഹൻലാലും അടൂർ ബാസി, നെടുമുടി വേണു, സീമ ഇവരെല്ലാവരും അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനോ പോകുന്ന പൂക്കൾ എന്ന് പറയുന്നത് ഷെറീഫ് ആണ് എഴുതിയത്. ഗോപിനാഥ് ബാബു എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. ഷെറീഫ് എന്ന് പറഞ്ഞ അന്നത്തെ വിശേഷമൊക്കെ സിനിമകളിലെ സ്ഥിരം റൈറ്ററായിരുന്നു. ഇതിൽ മമ്മൂട്ടി, മോഹൻലാലും സെറീന വഹാബൊക്കെയാണ് പ്രധാന വേഷം ചെയ്തത്. രതീഷുണ്ട്. ഇതിൽ മോഹൻലാൽ ഒരു നെഗറ്റീവ് ടച്ചുള്ള ഒരു റോളാണ്. മമ്മൂട്ടിയായിരുന്നു അതിൽ പോസിറ്റീവുള്ള. അന്ന് എല്ലാം മമ്മൂട്ടി കൂടുതലും നായകവേഷങ്ങളിലൂടെയാണ് ശരിക്കും മമ്മൂട്ടി. എനിക്ക് തുടക്കകാലം മുതൽ തന്നെ നായകവേഷങ്ങളിലാണ് കൂടുതൽ മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. മോഹൻലാൽ ചെയ്ത പോലെ അധികം വില്ലൻ വേഷമൊന്നും മമ്മൂട്ടി അന്ന് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അന്നൊരു നായകതുല്യമായിട്ട് തന്നെയാണ് കയറി വന്നിരുന്നത്. പിന്നെ സിന്ദൂര സന്ധിക്ക് മൗനം എന്ന് പറഞ്ഞ IV ശശിയുടെ സിനിമയുണ്ട്. പ്രിയദർശനാണ് ആ ഒരു സിനിമ എഴുതി. അതൊരു വലിയ ക്യാൻവാസിലുള്ള ഒരു സിനിമയായിരുന്നു. VVK മേനോനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് നഷ്ടം വന്നൊരു സിനിമയാണ്. VVK മേനോൻ തന്നെ പലപ്പോഴും ഇൻ്റർവ്യൂസിൽ ആ സിനിമയെക്കുറിച്ചുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ വലിയ സ്റ്റാർകാസ്റ്റാണ്. അതിൽ രതീഷും മോഹൻലാലും പ്രതാപോത്തൻ, ലക്ഷ്മി, മാധവി, മമ്മൂട്ടി ഒരു ഗസ്റ്റ് റോളൊക്കെ ചെയ്തിട്ടുണ്ട്. T. ദാമോദരനും പ്രിയദർശനും കൂടിയാണ് എഴുതിയത്. എനിക്കൊന്ന് ടൈറ്റിൽ T. ദാമോദരൻ്റെ പേര് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു.
പിന്നെ എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന് പറഞ്ഞ സിനിമ, അത് ഭദ്രൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ഒരു സിനിമയാണ്. അതിൽ ശങ്കറും മേനകയും മോഹൻലാലുമാണ് അതിലുള്ളത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം നമ്മളെല്ലാവരും അതിൽ എന്താ പറയുക, പാട്ടുകളൊക്കെ ഒരുപാട് ഹിറ്റ് പാട്ടുകളൊക്കെ ആ സിനിമയിലുള്ളതാണ്. അതിലെനിക്ക് തോന്നുന്നു മോഹൻലാലിനും അത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സിനിമ തന്നെയാണത്. കാരണം ശങ്കർ മോഹൻലാൽ എന്ന് പറഞ്ഞ കോമ്പിനേഷൻ നമുക്കറിയാം. അതിൽ മോഹൻലാലിൻ്റെ താരമൂല്യം പതുക്കെ ആളുകളുടെ ഇടയിൽ ഒരു ഇമേജ്, ഒരു പോസിറ്റീവ് ഇമേജ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കാരണമായിട്ടുള്ള ഒരു സിനിമയും കൂടിയാണ് എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. പിന്നെ അരോമ മണി പ്രൊഡ്യൂസറും കൂടിയാണ് അദ്ദേഹം സംവിധാനം ചെയ്തൊരു സിനിമയാണ്. അത് ജഗതി എൻ ആചാരി, നമ്മുടെ ജഗതി ശ്രീകുമാറിൻ്റെ അച്ഛൻ, അദ്ദേഹം എഴുതിയൊരു സിനിമയുണ്ട് ആ ദിവസം എന്നൊരു സിനിമ. അതിൽ മമ്മൂട്ടിയും മോഹൻലാലും സുകുമാരനും എല്ലാവരും അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അത് അത്യാവശ്യം ഒന്ന് ഓടിയ ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ കാളിയമർദ്ദനം എന്ന് പറയുന്നൊരു സിനിമ, അതൊരു ത്രില്ലർ സിനിമയാണ്. ജെ വില്യംസാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അതിൽ ശങ്കറും നെടുമുടി വേണു, മോഹൻലാൽ, ശങ്കരടി, ലാൽ ലക്സ് എല്ലാവരും അഭിനയിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സിനിമ തന്നെയാണ്. എനിക്കൊണ്ട് അതിലും മോഹൻലാൽ ഒരു നെഗറ്റീവ് ടച്ചിലുള്ള ഒരു റോള് തന്നെയാണ് മോഹൻലാൽ. ഇതിൽ എനിക്കൊണ്ട് ഇവരൊരു 4 ചെറുപ്പക്കാരെല്ലാവരും അലമ്പ് കളിച്ചടക്കുന്ന ഒരു ചെറുപ്പക്കാരാണെങ്കിൽ മോഹൻലാലും ജഗതി ശ്രീകുമാറും എല്ലാവരും ഉണ്ട്. അത് ശരിക്കും നെടുമുടിയാണ് ശരിക്കും അതിലെ ഒരു മെയിൻ ഹീറോ എന്ന് പറയുന്നത്. പിന്നെ കുറുക്കൻ്റെ കല്യാണം എന്ന് പറയുന്നൊരു സിനിമ, അതിലും ഈ പറഞ്ഞ പോലെ സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടുകളുടെ തുടക്കം എന്നൊരു സിനിമയാണ്. അതിൽ മോഹൻലാൽ ചെറിയൊരു റോളുള്ളൂ. ശരിക്കും അതിൽ മോഹൻലാൽ വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു സീൻ ഉണ്ടായിരുന്ന സിനിമയിൽ. പക്ഷേ സ്ക്രിപ്റ്റ് എഴുതി വന്ന് ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ സീൻ ആവശ്യം വരാത്തതുകൊണ്ട് ആ സീൻ കട്ട് ചെയ്തതാണ്. നമ്മൾ ഇന്ന സിനിമകൾ മോഹൻലാൽ ചെറിയൊരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലെ ഒരു പാട്ട് സീനിലും ഒരു ഷോട്ടിലും മാത്രമേ ഉള്ളൂ. അതിൽ സുകുമാരനാണ് പ്രധാന നായകനായിട്ടുള്ളത്. സുകുമാരൻ, ജഗതി ശ്രീകുമാർ നല്ലൊരു പ്രധാന റോളാണ് ചെയ്തിരിക്കുന്നത്. മാധവിയാണ് അതിൽ സത്യനന്ദിക്കാട് ആദ്യത്തെ ഒരു സിനിമയാണ്. പക്ഷേ ആ സിനിമയിൽ ഇതുപോലെ തന്നെ അതിൽ ആ ഒരു വേഷം ചെയ്യാൻ ആരെ എന്ന് പറഞ്ഞപ്പോഴാണ് മഞ്ഞുകൂടെയൊക്കെ വന്ന് നിൽക്കുന്നത് മോഹൻലാലിന് ആ ഒരു വേഷത്തിൽ പിന്തുടരാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അതുപോലെ സത്യനന്ദിക്കാട് മോഹൻലാലിൻ്റെ അവരുടെ ഒരു കോമ്പിനേഷൻ, ഹിറ്റുകളുടെ കോമ്പിനേഷൻ തുടക്കമായിരുന്നു ആ ഒരു സിനിമ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ എൻ്റെ ലിസ്റ്റിൽ ഇപ്പോൾ കണ്ടിരിക്കുന്ന ശ്രീ അയ്യപ്പനും വാവരും എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അതിൽ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അതിൽ എനിക്ക് NP സുരേഷ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ, പ്രേംനസീറും ശ്രീവിദ്യയും MG സോമനൊക്കെയാണ് ഇതിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. അപ്പോൾ മോഹൻലാൽ എനിക്ക് തോന്നുന്നു ചെറിയൊരു വേഷമാണ് മോഹൻലാൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത്രയും സിനിമകൾ, ഈ പറഞ്ഞ പോലെ 14 സിനിമകൾ എനിക്ക് തോന്നുന്നു ഇതിൽ മോഹൻലാൽ ശരിക്ക് ഗുണം ചെയ്തിട്ടുള്ള സിനിമ എനിക്ക് തോന്നുന്നു ആക്രോശവും പടയോട്ടവും കേൾക്കാത്ത ശബ്ദം. എനിക്കൊന്ന് കേൾക്കാത്ത ശബ്ദം തന്നെയായിരിക്കും ഇത്രയും സിനിമകളിൽ 82 ഇറങ്ങിയ സിനിമകളിൽ മോഹൻലാൽ വളരെ ആദ്യമായിട്ട് മോഹൻലാൽ ഒരു പാട്ട് സീനിൽ അഭിനയിച്ചു എന്ന് പറയുന്നത്. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ഗാനരംഗങ്ങളായിട്ട് മനോഹരമായിട്ട് അഭിനയിച്ച ഒരു നായകനായിട്ട് മാറിയ ഒരു വ്യക്തിയാണ് മോഹൻലാൽ. അപ്പോൾ ഇത്രയും ഞാൻ ഈ പറഞ്ഞ സിനിമകൾ നിങ്ങൾ പലരും തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ TV കണ്ടിട്ടുണ്ടോ. അപ്പോൾ ഈ ഒരു സിനിമകളെക്കുറിച്ച് കൂടുതൽ അറിവുകൾ, ഇപ്പോൾ എനിക്കിതിൽ പല സിനിമകളെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഇതിൽ ഈ പറഞ്ഞ നമ്മുടെ ഈ മദ്രാസിലെ മോൻ എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ ഈ കേൾക്കാത്ത ശബ്ദം, പടയോട്ടം, ഈ ഒരു സിനിമയെ കുറിച്ചൊക്കെ നമ്മൾ കുറേ ബാക്ക് സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അറിയാത്ത കുറേ സിനിമകളുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക.